നമ്മുടെ അഭിമാനമാണ് മോഹൻലാലും മമ്മൂട്ടിയും. രണ്ടുപേരും വ്യത്യസ്ത വേഷങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന്റെ ഒരു പ്രോസസ്സിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും മുൻപതിയിൽ നിൽക്കുന്നത് മമ്മൂട്ടി തന്നെ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അദ്ദേഹത്തിന്റെ ഓരോ കഥാപാത്രങ്ങളും അതിന്റെ തിരഞ്ഞെടുപ്പുകളും വളരെ വ്യത്യസ്തമായി തുടരുകയാണ്. മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിനെ വാനോളം പുകഴ്ത്തി ഇന്ത്യൻ സിനിമയുടെ ഉലക നായകൻ കമലഹാസൻ എത്തുകയുണ്ടായി. കമലഹാസൻ മോഹൻലാൽ അഭിനയിക്കുകയല്ലെന്നും പെരുമാറുകയാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. വാനപ്രസ്ഥം എന്ന സിനിമയെക്കുറിച്ച് മോഹൻലാലിന്റെ അഭിനയത്തിലെ ഒഴുക്കിനെക്കുറിച്ചും കമലഹാസൻ സംസാരിച്ചു. ഉന്നെപ്പോൾ ഒരുവൻ എന്ന ചിത്രത്തിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഉന്നെപ്പോൾ ഒരുവനിൽ ഞാനും ലാൽ സാറും ഒന്നിക്കുന്നത് ആ സിനിമയിൽ ഒരു വട്ടം മാത്രമേ ഞങ്ങളുടെ കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ ഒരു അനുഭവത്തിൽ മോഹൻലാൽ അഭിനയിക്കാൻ അറിയാത്ത നടനാണ്. ബിഹേവ് ചെയ്യാനേ അദ്ദേഹത്തിന് അറിയൂ. നമ്മൾ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടുന്നു എന്ന് കരുതുക. വിശേഷങ്ങൾ പരസ്പരം ചോദിച്ചറിയും. അതുപോലെയാണ് ലാൽ സാറിന്റെ അഭിനയം. വല്ലാത്തൊരു ഒഴുക്ക്, താളം, അതാണ് ആ നടനത്തിന്റെ മഹിമ. ഇന്ത്യൻ സിനിമയിലെ മികച്ച 5 നടന്മാരെ ഞാൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിലൊരാൾ തീർച്ചയായും മോഹൻലാൽ ആയിരിക്കും. ലാൽ സാറിന്റെ കഴിവിനെ കുറിച്ച് പറയാൻ ഒന്നിച്ചഭിനയിച്ച അനുഭവം പറയണമെന്നില്ല. ഞാൻ അദ്ദേഹത്തിന്റെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. വലിയ ആരാധന തോന്നിയിട്ടുമുണ്ട്. പല സിനിമകളിലെയും മോഹൻലാലിന്റെ കഥാപാത്രങ്ങൾ എന്നിലെ ആസ്വാദകനെ അമ്പരപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു അനുഭവമാണ് വാനപ്രസ്ഥത്തിലെ കഥകളി നടൻ. അഭിനയത്തിൽ ലാൽ സാറിന്റെ താളം എത്ര ഉന്നതിയിലാണെന്ന് ബോധ്യപ്പെടാൻ ആ സിനിമ മാത്രം കണ്ടാൽ മതിയാകും. വിരലുകളിൽ പോലും നടന താളം നൽകിയാണ് അദ്ദേഹം കഥാപാത്രമായി മാറുന്നത് എന്ന് കമൽഹാസൻ പറയുകയുണ്ടായി. അതുപോലെ തന്നെയാണ് മമ്മൂട്ടിയെക്കുറിച്ചും പറയേണ്ടത്. മമ്മൂട്ടി അടുത്തിടെ ചില സിനിമകളിലൂടെ നമ്മളെ ശരിക്കും വിസ്മയിപ്പിച്ചു. പുത്തൻ പരീക്ഷണങ്ങളിലൂടെ മലയാളികളെ എന്നും വിസ്മയിപ്പിക്കുന്ന നടനാണ് മമ്മൂട്ടി. അടുത്ത കാലത്തെ അദ്ദേഹത്തിന്റെ കഥാപാത്ര വൈവിധ്യങ്ങളുടെ തുടർച്ചയാകുന്നു ഓരോ കഥാപാത്രങ്ങളും വരാനിരിക്കുന്നത് എന്നിപ്പോൾ പ്രേക്ഷകർ കരുതുന്ന ഒരു സിനിമയായി ജിതിൻ കെ ജോസ് പ്രോജക്റ്റും മാറിയിരിക്കുകയാണ്. ചിത്രത്തിന്റെ ടൈറ്റിലും ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും പുറത്തുവിട്ട് കഴിയുമ്പോഴാണ് ഈ ചർച്ചകൾ കൊഴുക്കുന്നതും. കളങ്കാവൽ എന്നാണ് സിനിമയുടെ പേര്. സിനിമയിലെ മമ്മൂട്ടി കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടുള്ളതാണ് പോസ്റ്റർ കണ്ടപ്പോൾ തന്നെ ഉറപ്പിച്ചു ഇത് കൊടുമൺ പോറ്റിക്കും അപ്പുറം നിൽക്കുന്ന ഒരു കഥാപാത്രം തന്നെയാകും എന്നത്. ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് ഒരു വില്ലൻ കഥാപാത്രമാണെന്നാണ് പറയപ്പെടുന്നത്. മമ്മൂട്ടി തികച്ചും വ്യത്യസ്തമായ ഭാവം ഈ സിനിമയിൽ കാണുമെന്ന് ഉറപ്പു നൽകുന്നു ഈ പോസ്റ്റർ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായത് ചിത്രത്തിന്റെ ടൈറ്റിൽ തന്നെയാണ്. ഇതുവരെ കേൾക്കാത്ത ഒരു വ്യത്യസ്തമായ പേര് എന്നതായിരുന്നു മമ്മൂട്ടി ആരാധകർ, മലയാളി പ്രേക്ഷകർ ചർച്ച ചെയ്തത്. എന്നാൽ ഇതിൽ ചില കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ. കളങ്കാവൽ ദാരികനും ഭദ്രകാളിയും എന്നതാണ്. ദാരികൻ മമ്മൂട്ടിയാകും, ഭദ്രകാളിയായി വിനായകൻ. നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന പുതിയ ചിത്രത്തിന് കളങ്കാവൽ എന്ന് പേരിട്ടത് കണ്ടു. വളരെ വ്യത്യസ്തമായ എന്നാൽ വളരെ ആകർഷിക്കുന്ന ഒരു ടൈറ്റിൽ. അപ്പോൾ എന്താണ് കളങ്കാവൽ എന്നറിയാൻ ഒരു ആകാംക്ഷ തോന്നി. ഈ ടൈറ്റിൽ ആദ്യം കേട്ടപ്പോൾ കണ്ണൂരിലെ തെയ്യം, പാലക്കാടൻ വേല ഒക്കെയാണ് ഓർമ്മ വന്നത്. ഇത് രണ്ടും അടിസ്ഥാനമാക്കി സിനിമകൾ മലയാളത്തിൽ വന്നിട്ടുണ്ട്. കളങ്കാവൽ എന്നത് തിരുവനന്തപുരം വെള്ളായണി ക്ഷേത്രത്തിലെ കാളിയൂട്ട് ഉത്സവവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങാണ് എന്നറിയാൻ കഴിഞ്ഞു. എന്താണ് കളങ്കാവൽ? കളങ്കാവൽ കേരളത്തിലെ ചില ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഒരു പ്രത്യേക ചടങ്ങാണ്. അറിവ് പ്രകാരം തിരുവനന്തപുരം ജില്ലയിലാണ് ഇത് നടക്കുക. ഈ ചടങ്ങ് പ്രധാനമായും ഒരു ദേവി ആചാരമാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണി ദേവി ക്ഷേത്രത്തിലെ കാളിയൂട്ട് ഉത്സവത്തിൽ ആണ് കളങ്കാവൽ പ്രധാനമായി നടക്കുക. ഈ ചടങ്ങിൽ ദേവി ദാരികൻ എന്ന അസുരനെ തേടി 4 ദിക്കുകളിലേക്കും യാത്ര ചെയ്യുന്നു. ഈ സമയത്ത് ദേവി ഭക്തരുടെ വീടുകളിൽ സന്ദർശിച്ച് പ്രത്യേക പൂജകൾ നടത്തുന്നു. അവരോട് വിശേഷങ്ങൾ തിരിച്ചറിയുന്നു. ദാരികനെ അന്വേഷിക്കുന്നു. ഈ സമയത്ത് ഓരോ വീട്ടിലും ഏകദേശം 20 മിനിറ്റോളം ദേവിയുടെ സാന്നിധ്യം അനുഭവപ്പെടുന്നു എന്ന് പറയപ്പെടുന്നു. ഭക്തർ വീടുകൾ വൃത്തിയാക്കി പെയിന്റ് ചെയ്ത് അലങ്കാരങ്ങളൊക്കെ ഒരുക്കി ദേവിയെ സ്വീകരിക്കുന്നു. കൂടാതെ സദ്യയും മറ്റ് ആഘോഷങ്ങളും ഒരുക്കുന്നു. ഈ ചടങ്ങ് 3 വർഷത്തിലൊരിക്കൽ വെള്ളായണി അമ്പലത്തിൽ നടക്കുന്ന കാളിയൂട്ടിന്റെ ഭാഗമായി നടക്കുന്നതാണ് എന്നതിനാൽ നാടും നാട്ടുകാരും ഈ ചടങ്ങ് കാണാൻ കാത്തിരിക്കും. കാളിയും ദേവിയും ഭേദമില്ലാത്ത പരമശക്തിയുടെ വ്യത്യസ്ത ഭാവങ്ങളാണ്. നമ്മൾ കാന്താര എന്ന ചിത്രത്തിൽ കണ്ടതുപോലെ ഒരേ രൂപത്തിന്റെ 2 ഭാവങ്ങൾ മാത്രമാണ് കാളിയും ദേവിയും. നന്മയ്ക്ക് വേണ്ടിയാണ് 2 ഭാവങ്ങളും നിലകൊള്ളുന്നത്. കാളി ക്രോധയും സംഹാരശക്തിയും പ്രതിനിധീകരിക്കുമ്പോൾ ദേവി കാരുണ്യത്തിന്റെയും സംരക്ഷണത്തിന്റെയും പ്രതീകമാണ്. തന്റെ കർമ്മത്തിനനുസരിച്ച് അവർ കാളിയാകുകയും ദേവിയാകുകയും ചെയ്യുന്നു. പ്രദേശവാസികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നു കാളിയൂട്ടും കളങ്കാവലും എന്ന് ജനങ്ങൾ കരുതുന്നു. ഇതിന്റെ ഐതിഹ്യം, പണ്ടൊരു ഗ്രാമത്തിൽ ഒരു കള്ള് ചെത്തുകാരൻ താമസിച്ചിരുന്നു. അയാൾ പതിവായി തെങ്ങുകളിൽ നിന്ന് കള്ള് ശേഖരിക്കാറുണ്ടായിരുന്നു. എന്നാൽ കുറച്ചു ദിവസങ്ങളായി അയാളുടെ കള്ളുപാത്രത്തിൽ കള്ള് കാണാനില്ലായിരുന്നു. ആരോ കള്ള് കുടിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അയാൾ കള്ളനെ പിടിക്കാനായി രാത്രി കാവലിരുന്നു. അന്നേരം അയാൾ അത്ഭുതകരമായ ഒരു കാഴ്ച കണ്ടു. ഒരു തവള തെങ്ങിൽ നിന്നും തെങ്ങിലേക്ക് ചാടി കള്ളു കുടിക്കുന്നു. അയാൾ തവളയെ പിടിക്കാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ തവള വളരെ വേഗത്തിൽ ചാടി രക്ഷപ്പെട്ടു. തവള കായലിലേക്ക് ചാടിയപ്പോൾ ദേഷ്യം വന്ന കള്ള് ചെത്തുകാരൻ കയ്യിലിരുന്ന കല്ലെടുത്ത് തവളയെ എറിഞ്ഞു.
കല്ല് തവളയുടെ കാലിൽ കൊണ്ടു. വേദന സഹിക്കാനാവാതെ തവള കായലിൽ മുങ്ങിപ്പോയി. കല്ല് നഷ്ടപ്പെട്ടതിലും തവള പിടിക്കാൻ പറ്റാത്തതിലും അയാൾക്ക് സങ്കടം തോന്നി. പിന്നീട് അയാൾ കൂടുതൽ ശ്രദ്ധയോടെ കല്ല് ശേഖരിക്കാൻ തുടങ്ങി. ഒരു സാധാരണ തവളയിൽ അസാധാരണത്വം കണ്ട അയാൾ അതിന്റെ കാരണം അറിയാനായി കേളൻ കുലശേഖരൻ എന്ന മഹാമാന്ത്രികനെ സമീപിച്ചു. തന്റെ ദിവ്യശക്തി ഉപയോഗിച്ച് അദ്ദേഹം ആ തവള സാക്ഷാൽ ശ്രീഭദ്രകാളിയാണെന്ന് മനസ്സിലാക്കി. തുടർന്ന് കേളൻ കുലശേഖരൻ 7 ദിവസത്തോളം വെള്ളായണിക്കായലിൽ ആ തവളയെ തിരഞ്ഞു. ഒടുവിൽ കണ്ടെത്തിയ ശേഷം 8 നായർ തറവാടുകളുടെ സഹായത്തോടെ ഒരു മുടിപ്പുര താൽക്കാലിക ക്ഷേത്രം ഉണ്ടാക്കി അവിടെ ഭദ്രകാളിയെ പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം. ഇവിടെ പ്രതിഷ്ഠ നടത്തിയത് കലമാൻ കൊമ്പിലാണ്. പ്രധാന ശ്രീകോവിലിൽ ഭദ്രകാളി വടക്ക് ദിശയിലേക്കാണ് ദർശനം നൽകുന്നത്. 3 വർഷത്തിലൊരിക്കൽ ഇവിടെ കാളിയൂട്ട് എന്ന പ്രധാന ഉത്സവം നടക്കുന്നു. കുംഭമാസത്തിന്റെ അവസാനം തുടങ്ങി മേടം 10 വരെയാണ് ഈ ഉത്സവം. ഈ ക്ഷേത്രത്തിൽ മാന്ത്രിക പൂജയ്ക്ക് പകരം താന്ത്രിക പൂജയാണ് പ്രധാനമായും നടക്കുന്നത്. കൊല്ല സമുദായത്തിൽപ്പെട്ട പൂജാരിമാരാണ് ഇവിടെ പൂജകൾ നടത്തുന്നത്. കളങ്കാവലും ഭക്തരും. ഉത്സവത്തിന്റെ ആദ്യ ദിവസം ദേവിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നു. മേടം 10-ാം തീയതി ദാരികനെ വധിച്ച ശേഷം ആറാട്ട് കഴിഞ്ഞാണ് ദേവി ശ്രീകോവിലേക്ക് കടക്കുന്നത്. ഈ ദിവസങ്ങളിൽ ദേവി പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലിരിക്കും. 4 ദിക്കുകളിലേക്കും ദേവി ദാരികന് എന്ന അസുരനെ അന്വേഷിക്കുന്ന ചടങ്ങാണ് ദിക്കുബലി. ഇതിനായി പുറപ്പെടുന്ന ദേവിയെ ഭക്തർ വീടുകളിൽ തയ്യാറാക്കിയ പുരയിൽ ഇരുത്തി പൂജ നൽകുന്നു. ദിക്കുബലി കഴിഞ്ഞെത്തിയാൽ ദേവി സന്നിധാനത്തിൽ കളങ്കാവൽ ആരംഭിക്കും. കളങ്കാവൽ ചടങ്ങ് ദേവിയുടെ ദാരികൻ എന്ന അസുരനെ തേടുന്ന യാത്രയുടെ ഭാഗമായതിനാൽ ഇത് ദേവി ഭക്തരുടെ വീടുകളിൽ ദേവിയുടെ സാന്നിധ്യം കൊണ്ടുവരുന്നു. ഈ ചടങ്ങ് 3 വർഷത്തിലൊരിക്കൽ നടക്കുന്ന കാളിയൂട്ടിന്റെ ഭാഗമായി നടക്കുന്നതിനാൽ പ്രദേശവാസികളുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യം അർഹിക്കുന്നു. ഇതൊക്കെയാണ് ഐതിഹ്യമായി ബന്ധപ്പെട്ടും ആചാരങ്ങളുമൊക്കെ പറയുന്നത്. എന്നാൽ ഇതിൽ സിനിമയിലേക്ക് വരുമ്പോൾ സിനിമയിലെ പ്രതീക്ഷകളും കളങ്കാവലും എന്തായിരിക്കുമെന്നുള്ള കാര്യമാണ് അവർ പറയുന്നതും. സിനിമയുടെ പോസ്റ്ററിൽ നിന്നും മമ്മൂട്ടി ഒരു നെഗറ്റീവ് കഥാപാത്രമാണ് ചെയ്യുന്നത് എന്ന് വ്യക്തമാണ്. കളങ്കാവൽ ഐതിഹ്യത്തിൽ പറഞ്ഞ ദാരികൻ ആകണം മമ്മൂട്ടി ഈ സിനിമയിൽ. ഹൈന്ദവ പുരാണത്തിൽ പരാമർശിക്കപ്പെടുന്ന ഒരു അസുരനാണ് ദാരികൻ. ദാരികൻ തന്റെ ശക്തിയിൽ അഹങ്കാരിയും ദേവന്മാരെയും മനുഷ്യരെയും ഉപദ്രവിക്കുന്നവനുമായിരുന്നു. സിനിമയിൽ മമ്മൂട്ടി ദാരികനാണ്. ആ ഗ്രാമത്തിലെ എല്ലാവരെയും ദ്രോഹിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. എനിക്ക് മമ്മൂട്ടിയുടെ പോസ്റ്റർ ലുക്ക് കണ്ടപ്പോൾ ഓർമ്മ വന്നത് സ്റ്റോപ്പ് വയലൻസ് എന്ന സിനിമയിലെ CI ഗുണ്ടാ സ്റ്റീഫനെയാണ്. ദാരികൻ ഗ്രാമത്തിലെ പലരെയും ദ്രോഹിക്കും. അപ്പോൾ പലരും എതിർക്കാൻ ശ്രമിക്കുമെങ്കിലും എല്ലാവരെയും ദാരികൻ വധിക്കും. അതായത് മമ്മൂട്ടി ഈ സിനിമയിൽ വധിക്കും. ഹിന്ദു പുരാണ പ്രകാരം ദാരികനെ വധിക്കാൻ നിരവധി ദേവിമാർ ശ്രമിച്ചെങ്കിലും ആർക്കും സാധിച്ചില്ല. പിന്നീട് ശിവന്റെ തൃക്കണ്ണിൽ നിന്നും അവതരിച്ച ഭദ്രകാളിയാണ് ദാരികനെ വധിച്ചത്. ഗ്രാമത്തിലെ എല്ലാവരെയും ദ്രോഹിക്കുന്ന ദാരികനെ വധിക്കാൻ വരുന്ന ഒരു ഭദ്രകാളിയുടെ രൂപമാണ് വിനായകന്റേത്. മുഖം കാണിക്കാതെയുള്ള വിനായകന്റെ പോസ്റ്റർ ദേവിയുടെ രൂപമാണ്. ഒരു ബാക്ക്ഡ്രോപ്പിലാണ് വിനായകന്റെ രൂപം പോസ്റ്ററിൽ. ദേവി ദാരികനെ തിരയുന്നത് പോലെ വിനായകൻ സിനിമയിൽ ഉടനീളം ദാരികനെ ഫോളോ ചെയ്യുന്നുണ്ടാകും. തിരിച്ചടികൾ ലഭിക്കും. അവസാനം ശിവന്റെ തൃക്കണ്ണിൽ നിന്നും വന്ന ഭദ്രകാളിയുടെ രൂപത്തിൽ വിനായകൻ രൂപമെടുക്കുന്നു. ക്ലൈമാക്സിൽ മമ്മൂട്ടി അഥവാ ദാരികൻ വിനായകൻ അവതരിപ്പിക്കുന്ന ഭദ്രകാളി രൂപം കയ്യാൽ അർദ്ധരാത്രിയിൽ കളങ്കാവൽ സമയത്ത് വധിക്കപ്പെടുന്നു. പോസ്റ്ററിൽ വിനായകന്റെ പേരാണ് മമ്മൂട്ടിക്ക് മുന്നേ നൽകിയിരിക്കുന്നത് എന്നത് ഒരു വിപ്ലവമാണ്. ഇന്റർനെറ്റിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കളങ്കാവലിന്റെ ഐതിഹ്യവും ചടങ്ങും പറഞ്ഞിരിക്കുന്നത് എന്ന് നാരായണൻ എന്ന വ്യക്തി കുറിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. ഇന്നലെ കളങ്കാവൽ എന്ന ടൈറ്റിലുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചർച്ചയായതും ഇതേ വിവരങ്ങളായിരുന്നു. കളങ്കാവൽ എന്ന പേര് ഒരു സാധാരണ മലയാളിയെ സംബന്ധിച്ച് ഒരു വ്യത്യസ്തമായ പേരായിരുന്നു. അതിന് ഇത്രമാത്രം അർത്ഥതലങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പിന്നീട് അവർ മനസ്സിലാക്കി. അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ സിനിമയുടെ എല്ലാം ആ ഒരു ടൈറ്റിൽ തന്നെ ഉണ്ട്. ഇനി കാണാൻ പോകുന്നത് മമ്മൂട്ടിയുടെ വിസ്മയകരമായ പ്രകടനവുമാണ്.